പ്രിയപ്പെട്ടവരെ, എന്തിനായിരിക്കും രാഘവ് ചദ്ദയും മറ്റ് 6 MP-മാരും BJP-യിൽ ചേർന്നിട്ടുള്ളത്? അത് വ്യക്തി താല്പര്യത്തിനും ജയിലിനോടുള്ള ഭയമാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസിലധികം ബുദ്ധിയൊന്നും വേണ്ട. ഇന്ന് നമ്മുടെ രാജ്യത്ത് BJP ആം ആദ്മി പാർട്ടിയോളം ഭയപ്പെടുന്ന വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ജനക്ഷേമ രാഷ്ട്രീയം ജനങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്വീകരിച്ചു തുടങ്ങി. അതാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 2 സംസ്ഥാനങ്ങളുടെ മാതൃകാപരമായുള്ള ഭരണം കാഴ്ചവെക്കാനായത്. അത് BJP-യെ വല്ലാതെ അങ്ങ് വിറല് പിടിപ്പിക്കുന്നു. ഏത് തരത്തിലും ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്ത് ആം ആദ്മി പാർട്ടി നേതാക്കളെ സ്വാധീനിക്കാൻ അവർ ശ്രമിക്കുന്നു. കള്ളക്കേസുകൾ കുടുക്കിൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിലടക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ആം ആദ്മി പാർട്ടിയുടെ കുതിപ്പ് മുന്നോട്ട് തന്നെയാണ്. ഇപ്പോൾ രാഘവ് ചദ്ദയുടെയും മറ്റുള്ളവരുടെയും ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവൃത്തി കണ്ടും ആം ആദ്മി പാർട്ടിയുടെ അവസാനമാണെന്ന് പ്രവചിക്കുന്നവരോട് അവർക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ. ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും അങ്ങനെ കള്ളക്കേസുകളും ജയിലുകളും കണ്ട് പേടിച്ച് പിന്മാറുന്നവരല്ല. അങ്ങനെ പേടിച്ച് പിന്മാറിയ ചരിത്രവും ഇല്ല. നമ്മുടെ പൂർവികർ ഫാസിസ്റ്റുകളുടെയും സ്വേച്ഛാധിപതികളുടെയും കള്ളക്കേസുകളും ജയിലുകളും കണ്ട് പിന്തിരിയുന്നവരായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എന്താകുമായിരുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ.